ഒരു ക്രാഫ്റ്റ് വർക്കായിട്ടാണ്. വേസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഉള്ളൊരു ക്രാഫ്റ്റ് വർക്കാണിത്. എന്നും ഇങ്ങനെ വരക്കണത് മാത്രം ഇട്ടാൽ പോരല്ലോ, ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ, അതിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ സെൻട്രൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം 2 ഒരേ വലുപ്പത്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവൻ കട്ട് ചെയ്തെടുക്കല്ല, നമ്മളിങ്ങനെ അതിലൊരു ചെറിയ ലീഫ് പോലൊക്കെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ അത് ഇതുപോലെ ആവും ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ 2 ബോട്ടിൽ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് ചെയ്യാണ്ട് ലാസ്റ്റ് കുറച്ച് സ്പേസ് അവിടെ വെച്ചിട്ട് നമുക്കങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് അതിന് 2ഉം കട്ട് ചെയ്തെടുത്തപ്പോൾ ഉള്ള ലുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു ഇതൾ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ലീഫ് പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 എണ്ണം അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുപ്പിയുടെ അടപ്പില്ലാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ഈ അടപ്പിൻ്റെ അളവിനനുസരിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കത്തിരി കൊണ്ടൊക്കെ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അത് നല്ല ഉറപ്പുള്ള ഭാഗമാണ് ഒരു കുപ്പീൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചൂടാക്കിയിട്ട് ഒരു ഹോളാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഹോളാക്കി കിട്ടിയിട്ടുണ്ട്. ആ ക്യാപ്പിൻ്റെ അതേ വലുപ്പത്തിൽ നമ്മൾ ഹോളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിൽ കൂടെ വെച്ചിട്ട് ആ കുപ്പി നമുക്ക് അടച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഡബിൾ ലെയർ ആക്കിയിട്ട് ഉള്ളൊരു രീതിയിൽ കിട്ടും. ഞാൻ ഇതിൻ്റെ ഏതാണ്ട് ഓരോ തലപ്പത്ത് വെക്കാനുള്ള ബോൾസ് കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലേയുടെ വെയിറ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അത്ര വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു കുപ്പിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫ്ലോപ്പായിപ്പോയി. അപ്പം ഞാൻ പിന്നെ അത് കുറച്ചൊക്കെ ഇങ്ങനെ കുത്തി നോക്കി, പക്ഷെ അത് നമ്മൾ ചെരിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് അത് ഫ്ലോപ്പായി. അപ്പം പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസ് ഉണ്ടായിരുന്നു പാക്കറ്റ്. അതാണെങ്കിൽ ഈ 2 കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് അതിൽ കുറച്ചടിച്ച് അങ്ങനെ കുറേ പെയിൻറ്റ് എടുത്തിട്ട് ഒരുപാട് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ പെയിൻറ്റും ഞാൻ വെച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കളർഫുൾ ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഓരോ ഇതളിൻ്റെ അറ്റത്തും നമുക്ക് ഈ തെർമോക്കോളിൻ്റെ ബോൾസ് കുത്തി വെച്ച് കൊടുക്കാം. തെർമോക്കോളിൻ്റെ ബോളായ കാരണം തന്നെ അധികം വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക്, പക്ഷേ ഇത്രയും ഒന്നും നമുക്ക് ആവശ്യം വന്നില്ല കേട്ടോ. നമ്മൾ എത്ര പെയിൻറ്റ് അടിച്ചെടുത്താൽ അത്രയൊന്നും ആവശ്യം വന്നില്ല. നമ്മൾ എത്ര ഉണ്ട് നോക്കാണ്ടാണല്ലോ, എല്ലാ കളറും കൂടി മിക്സാക്കി അടിച്ചെടുത്താണല്ലോ. അത് ഇത്തിരി നേരം ഉണങ്ങാൻ വെച്ചപ്പോൾ തന്നെ അത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാണ് ഞാൻ എല്ലാത്തിലും കുത്തി കൊടുത്തത്. ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ക്ലേയുടെ ബോൾസ് വെച്ചിട്ട് സെറ്റാക്കാന്നാണ് എൻ്റെ മൈൻഡിൽ. അത് ഫ്ലോപ്പായപ്പോൾ ആകെ കിളി പോയി. പിന്നെയാണ് ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ ബോൾസിൻ്റെ പാക്ക് ഞാൻ മുന്നേ വാങ്ങിച്ചത് എൻ്റെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കാര്യമായി. ഇനി ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു ലൈറ്റ് കൂടി സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ലൈറ്റിൽ കാണുന്നേക്കാളും കൂടുതലായിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കാണുന്നതാണ് ഇത് കൂടുതൽ ഭംഗി. എനിക്കിതാണ് ഇഷ്ടമായത്, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.